Hello my viewers, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കുമായിട്ടാണ്. ലെമൺ ബ്ലൂബെറി പൗണ്ട് കേക്കാണിത്. ലെമണീഡ് നാരങ്ങ ഫ്ലേവേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനൊരു കേക്ക് റെഡിയാക്കി നോക്കാം. ഫ്രഷ് ഫ്രൂട്ട്സ്, നട്ട്സ് അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ആദ്യമായിട്ട് വേണ്ടത്, ഞാനിവിടെ 2 വലിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കുക. യെല്ലോ പോർഷൻ തന്നെ വേണം, വൈറ്റ് പോർഷൻ ചേർക്കരുത്. വൈറ്റ് പോർഷൻ ചേർന്നാൽ കയ്പുണ്ടാവും. നാട്ടിലാണെങ്കിൽ ഒരു 6 ചെറുനാരങ്ങയുടെ തൊലിയെങ്കിലും ഇതുപോലെ ചിരണ്ടിയെടുക്കാൻ നോക്കണം. ആ ലെമൺ സെസ്റ്റ് 1/2 കപ്പ് പാലിൽ ചേർത്ത് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ചേർത്ത് ഒന്ന് ഇളക്കി മാറ്റി വെക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കുക. ഫ്രഷ് ബ്ലൂബെറീസ് അല്ലെങ്കിൽ ഫ്രോസൺ ബ്ലൂബെറീസ് യൂസ് ചെയ്യാം. ഒരു 1/2 കപ്പ് ബ്ലൂബെറീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് അരച്ചെടുത്തു. അതിൻ്റെ പ്യൂരിയാണ് യൂസ് ചെയ്തത്. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് 2 മുട്ട എടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് പിന്നെ ഹൈ സ്പീഡിലേക്ക് മാറ്റി നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഒരു പെയിൽ യെല്ലോ കളർ ആവുന്നവരെ ബീറ്റ് ചെയ്ത് നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ബട്ടർ 1/2 കപ്പ് അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ബാറ്റർ ആക്കിയെടുക്കുക. ഇതുപോലത്തെ ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ വലിയ നമ്മൾ ബേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന വലിയ മിക്സർ ഉണ്ടല്ലോ, വിസ്കും യൂസ് ചെയ്യാം. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മോരും നാരങ്ങ നീരും കൂടെ ചേർന്ന മിക്സ്, അതിപ്പോൾ ബട്ടർ മിൽക്ക് തൈരായിട്ടുണ്ട്, അത് കുറച്ച് വീതം ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് വീതം ആഡ് ചെയ്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ആ തൈരും കൂടെ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കുക. പൊടികൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബീറ്റർ യൂസ് ചെയ്യരുത്. ഇതുപോലത്തെ സ്പാറ്റുല അല്ലെങ്കിൽ തടിയുടെ സ്പൂൺ യൂസ് ചെയ്യാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാടിട്ട് മിക്സ് ചെയ്യരുത്. ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനിലേക്ക് ഇതുപോലത്തെ ലോഫ് പാനിലുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ബ്രെഡ് ഉണ്ടാക്കുന്ന കേക്ക് ടിൻ ഉണ്ടെങ്കിൽ അതിലിടാം. അല്ലെങ്കിൽ നോർമലായിട്ടുള്ള കേക്ക് ടിൻസിൽ ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ബാറ്റർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ബ്ലൂബെറിയുടെ പ്യൂരി ആഡ് ചെയ്തു. എന്നിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മീതെ ബാലൻസ് വന്ന
ബാറ്ററും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഏത് ഷേപ്പിലുള്ള കേക്ക് ടിന്നിനകത്തും നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ബ്രെഡ് പോലെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ കേക്ക് ടിൻസ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ അവൻ ഇല്ലാത്തവർക്ക് കുക്കറിൽ അല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിലും ഒക്കെ ഇപ്പം ബേക്ക് ചെയ്യാറുണ്ടല്ലോ, അങ്ങനെയും ചെയ്തെടുക്കാം. ബ്ലൂബെറിക്ക് പകരം ചെറീസ് യൂസ് ചെയ്യാം. ചെറി കട്ട് ചെയ്തിട്ട് മൈദയിലൊന്ന് കോട്ട് ചെയ്തിട്ട് കേക്ക് ബാറ്ററിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം, നമ്മൾ പ്ലം കേക്കിലൊക്കെ ചെയ്യുന്ന പോലെ. അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി യൂസ് ചെയ്യാം. എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചൂടായിട്ട് പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം. 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ 50 മിനിറ്റ്സ് ആണ് ഞാൻ ബേക്ക് ചെയ്തത്. റെഡിയായി വന്നിട്ടുണ്ട്. എന്നിട്ടത് കൂളിംഗ് റാക്കിലേക്ക് മാറ്റി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് കൊടുക്കാൻ ഞാനൊരു ഷുഗർ ഗ്ലേസ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടി 1/4 കപ്പ് ലൈം ജ്യൂസും 1 കപ്പ് ഐസിങ് ഷുഗറുമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവണം. ഐസിങ് പൊടി നന്നായിട്ട് നാരങ്ങ നീരിൽ മിക്സായി വരണം. ഞാൻ ആദ്യം 1/4 കപ്പ് ഷുഗറാണ് ചേർത്തത്. പിന്നെയും അത് ലൂസായിട്ടിരിക്കുന്നത് കണ്ടിട്ട് കുറച്ചും കൂടെ ആഡ് ചെയ്തതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അത് നല്ല തിക്കായിട്ടിരിക്കണം, അത് മാത്രമാണ് അതിൽ നോക്കേണ്ടത്. നല്ല തിക്ക് ഗ്ലേസായിട്ട് കിട്ടിയാലേ ഉള്ളൂ കേക്കിൻ്റെ മുകളിൽ നമുക്കത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. വെള്ളം പോലെയാണെങ്കിൽ അതങ്ങ് ഒഴുകിപ്പോവും. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്ത് കൊടുക്കാം. അതുപോലെ ലൈൻസ് ആയിട്ട് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക, നന്നായിരിക്കും. അത് ചെയ്ത് വന്നപ്പോൾ എനിക്ക് അത് അത്ര നന്നായിട്ട് തോന്നിയില്ല. എൻ്റെ ആ ബോട്ടിൽ അത്ര നന്നായിട്ട് സ്ക്വീസായി വരുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാനത് ഫുള്ളങ്ങ് ഒഴിച്ചു കൊടുത്തു. കുറച്ച് സമയം അതൊന്ന് സോക്കായി വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ മുകളിൽ കുറച്ച് ബാക്കി വന്നിരുന്ന ലെമൺ സെസ്റ്റ്, നാരങ്ങയുടെ തൊലി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അത് സേവ് ചെയ്യാം. ലഞ്ചും ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഒരു ലൈറ്റായിട്ടുള്ള ഡെസേർട്ടൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനത്തെ കേക്ക്സൊക്കെ ഉണ്ടാക്കാം. ഫ്രോസ്റ്റിംഗ്, ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഒന്നും കൂടാതെ നല്ല മധുരവും പുളിയുമുള്ള കേക്ക്സ് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലെമണേഡും ലെമൺ ഫ്ലേവേഴ്സും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. താങ്ക് യു.